ഇത്തരം പ്രതിഭാ സംഗമ വേദികളിൽ നിന്നാണ് ഭാവിയിലെ വലിയ വലിയ പ്രതിഭകൾ വിവിധ മേഖലകളിൽ രൂപപ്പെടേണ്ടത്. ഈ ഇരിക്കുന്ന നിങ്ങളിൽ എത്രയോ പേർ ഭാവിയിലെ വലിയ പ്രതിഭകളാകേണ്ടവരാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടുന്ന എല്ലാ അവസരങ്ങളും, അക്കാഡമിക് ആയിട്ടുള്ള അവസരങ്ങളായാലും എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള അവസരങ്ങളായാലും അതിൽ പങ്കെടുക്കുക. പേരൻസ് കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുക. കാര്യം പഴയ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥയിൽ എന്നുള്ളത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. സ്കൂൾ അധികൃതരുണ്ട്, PTA ഉണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ മക്കള് ഈ വിദ്യാലയത്തിൽ പഠിച്ചതാണ്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഈ വിദ്യാലയത്തെ കുറിച്ച് എനിക്കറിയാം. ഇന്ന് രാവിലെ ഞാനിവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാനും തിരിച്ചു വിളിക്കാനും വരും. അപ്പൊ എനിക്കറിയാം, എല്ലാ പ്രോഗ്രാമിനും എന്നെ വിളിച്ചിട്ടുണ്ട്. പറ്റുന്ന പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് കണ്ടെത്തി അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഉത്സാഹമുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മുൻ HM ബീന ടീച്ചർ, നമുക്കറിയാം ഈ സ്കൂളിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ. ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കാൻ വലിയ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ടീച്ചറൊന്നും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സിന്ധു ടീച്ചർ, ഞാനുമായിട്ട് അവിടെ ഞെക്കാട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ പൂർണ്ണ ശോഭയിൽ എത്തിക്കുന്നതിൽ അത്യുത്സാഹമുള്ള വ്യക്തിത്വമാണ്. കുറേയേറെ ടെൻഷനും ടീച്ചറിന് എപ്പോഴും ഉണ്ടായിരിക്കും. കാര്യം ആ പരിപാടികൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അധ്യാപക കലോത്സവത്തിൽ മികവ് തെളിയിച്ച അധ്യാപകരടക്കം ഇവിടെ ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാത്രമല്ല കേട്ടോ, അധ്യാപകരെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മിടുക്കരാണ്. എന്റെ തന്നെ കുഞ്ഞു കുഞ്ഞു കലാപ്രവർത്തനങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് വലിയ പ്രോത്സാഹനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ആവായിക്കുളം സ്കൂളിലാണ്. അതിനുമുമ്പ് ഞെക്കാടായിരുന്നു. എവിടെയായിരുന്ന സമയത്തും എന്നാൽ കഴിയുന്ന വളരെ പരിമിതമായ കുഞ്ഞു കുഞ്ഞു പ്രോത്സാഹനങ്ങൾ, സ്റ്റേജ് പ്രോഗ്രാമുകൾ വ്യത്യസ്തമായിട്ടുള്ളതും പുതുമയുള്ളതും ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലെനിക്ക് വലിയ ആത്മസംതൃപ്തിയുമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ എടുത്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ സിനിമ CD റിലീസ് ചെയ്തത്. വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന സിനിമയാണ്. ആറ്റിക്കൽ ഡ്രീംസ് തിയേറ്ററിലാണ് 2 ഷോയോടുകൂടി പ്രദർശിപ്പിച്ചിരുന്നത്. ഇവിടുത്തെ അധ്യാപകർ ആ ഷോ കാണാൻ വന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. യൂട്യൂബിൽ 15,000 ആൾക്കാർ ആ സിനിമ കണ്ടു. ഇപ്പോൾ 9 അവാർഡ് കിട്ടി. അവിടെ എന്നെ പ്രോത്സാഹിപ്പിച്ചത് അവിടുത്തെ PTA പ്രസിഡന്റ് ഹാരിസ് സാറാണ്. അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് നിന്നത് ഹാരിസ് സാറാണ്. അവിടുത്തെ ബിജു സാർ, അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ HM അനിൽകുമാർ സാർ, PTA അംഗങ്ങൾ, പിന്നെ വെളിയിൽ നിന്നുള്ള സപ്പോർട്ടുകൾ, നാവായിക്കുളം ഗവൺമെന്റ് LPS, ഞാറായിക്കുളം LPS, നമ്മുടെ അടുത്തുള്ള സ്കൂളിലെ ഒറ്റൂർ സ്കൂളിലെ അജിത ടീച്ചർ അടക്കം, മാവൻമൂട് സ്കൂളിലും, അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഒരു വലിയ കൂട്ടായ്മയും പ്രോത്സാഹനം കൊണ്ടാണ് അത് വിജയിപ്പിക്കാൻ പറ്റിയത്. അപ്പൊ ടീച്ചേഴ്സ് അധ്യാപകരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അധ്യാപകർക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ പഠനത്തിൽ മിടുക്കരാവണം. പക്ഷേ പുതിയൊരു കാലഘട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പഠനത്തിൽ മിടുക്കരാകുന്നതോടൊപ്പം തന്നെ നല്ല ശീലങ്ങളുള്ളവരായി വളർന്നു വരണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സും മാൻ പവറും തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ മക്കളെ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ കഴിവുകളെ പോസിറ്റീവായിട്ട് തിരിച്ചുവിടാനുള്ള എക്സ്ട്രാ പ്ലാറ്റ്ഫോമുകളാണ് കലയും സാഹിത്യവും എന്ന് പറയുന്നത്. മനുഷ്യനെ സംസ്കാര സമ്പന്നതയിലേക്ക് നയിക്കുന്ന, മാനസിക അവസ്ഥയിലേക്ക് നയിക്കാൻ കലയ്ക്കും സാഹിത്യത്തിനും എന്നും കഴിയും. അപ്പൊ നിങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഈ നൈർമല്യവും നിഷ്കളങ്കതയും ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈ നോട്ടീസ് വായിച്ചപ്പോൾ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ LP UP ഉള്ളത് ഈ സ്കൂളിനാണ്. വലിയ പാരമ്പര്യമുള്ള സ്കൂളാണത്. ഇനിയും പുതിയ പുതിയ നേട്ടങ്ങൾ നേടിക്കൊണ്ട് നമ്മുടെ ഈ നാടിന്റെ അറിവിന്റെ കിടാവിളക്കായി, തിലകക്കുറിയായി ഇനിയും വർത്തിക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇനിയും ഉണ്ടാകാൻ പോകുന്ന, ഭാവിയിൽ ഇനിയും ഉണ്ടാകുവാൻ പോകുന്ന ഇത്തരം പ്രതിഭാ സംഗമ വേദികളിൽ നിന്ന് വലിയ വലിയ പ്രതിഭകളെ സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. എന്റെ സ്കൂളിൽ ഇപ്പോൾ അവിടെ മികവുത്സവം നടക്കുകയാണ്.